ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. സ്കോർപ്പിയോ ഇന്ന് നമ്മൾ നിങ്ങളുടെ കരിയറും ലവ് രണ്ടും നോക്കാൻ പോകുന്ന ഈ മന്ത്ലി റീഡിങ്ങിൽ. എന്നുവെച്ചാൽ ഇത് ഒരു മന്ത്ലി റീഡിംഗ് ആണ്, അപ്പോൾ ഇതിൽ രണ്ടും നമ്മൾ കവർ ചെയ്യും. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ആർക്കെങ്കിലും മെസ്സേജ് വേണമെന്ന് തോന്നിയ അവർക്ക് അറ്റ്ലീസ്റ്റ് ഈ മെസ്സേജ് കിട്ടും, യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അവർക്ക് കിട്ടും. മേ ബി ഇത് അവർക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ ഡെത്ത് ആണ്. അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, സ്കോർപ്പിയോ എനർജി. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. ഇതാണ് നിങ്ങളുടെ ഔട്ട്കമിൻ്റെ കാർഡ്. ഇതിങ്ങനെ ഞാൻ റിവേഴ്സ് ആയിട്ടാണ് വെക്കുന്നത്. എൻഡിൽ നമ്മൾക്ക് നോക്കാം ഇത് എന്താണെന്ന്. പക്ഷേ നിങ്ങളുടെ ഓവറോൾ എനർജി ഡെത്ത്, ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഞാനൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത് സ്കോർപ്പിയോ. ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു സിഗ്നിഫിക്കൻറ്റ് മന്താണ്. എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് വന്നപ്പോൾ നിങ്ങൾ എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എഡ്ജിലാണ്. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ആ ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, കരിയറിലായിരിക്കാം, എന്തായാലും ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. ഓറൽസ് ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങളൊരു വാട്ടർ സൈൻ ആണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ സ്ട്രോങ് ആണ് യൂഷ്വലി. അപ്പോൾ ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. എവിടെയാണ് ഈ ചേഞ്ച് ഉണ്ടാവുക, എന്താണ് ഈ ചേഞ്ച് ഉണ്ടാവുക, ഏത് ഏരിയ ഓഫ് ലൈഫിലാണ് ഈ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ ഇവിടെ ഈ പേഴ്സൻ്റെ കൂടെ എന്തോ ഒരു വലിയ ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. ചിലവർക്ക് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇത് ഫിനാൻഷ്യൽ ന്യൂസും ആവാം. ഫിനാൻഷ്യലി ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ മാസം. ഓക്കെ, ഇപ്പം നമ്മൾക്ക് മറ്റേ കാർഡ്സ് നോക്കാം എന്താണെന്ന് ഇത്. പക്ഷേ ഇവിടെ ഒരു രണ്ട് ആസ്പെക്ട്സിലും ഞാൻ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ചേഞ്ചും ഉണ്ട് ആൻഡ് പേഴ്സണൽ ലൈഫിൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ടെന്ന്, അങ്ങനത്തെ ഒരു ചേഞ്ചാണ് ഇത്. ഹൈറോഫാണ്ട് ആണ് പാസ്റ്റിൽ. ഇത് ടോറസ് എനർജിയാണ് ആദ്യം. അപ്പോൾ ഹൈറോഫാണ്ട് ഒരു ട്രഡിഷൻ്റെ എനർജിയാണ്, ഒരു കസ്റ്റംസ് റിച്വൽഡ് എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ ബിലീഫിൻ്റെ എനർജി ആയിരിക്കാം, മാരേജിൻ്റെ എനർജി ആയിരിക്കാം, ഫാമിലിയുടെ എനർജി ആയിരിക്കാം. 10 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. മേ ബി നിങ്ങളുടെ ഫാമിലിയുടെ കണക്ഷനിലായിരിക്കാം, ഒരു മാരേജിൻ്റെ കണക്ഷനിലായിരിക്കാം, ഒരു ഫാമിലി മെമ്പറുടെ കണക്ഷനിലായിരിക്കാം, ഓർ എൽസ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലായിരിക്കാം. നിങ്ങളുടെ ഫാമിലി കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും റീസെൻ്റ്ലി. അതുമല്ല വെച്ചാൽ ഇത് ജോബ് റിലേറ്റഡ് ആണ് വെച്ചാൽ ജോബിൽ ഞാൻ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു ഹൈറാർക്കിയിൽ ബോസ് ഉള്ളത്, അവരുടെ കൂടെ ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു റീസെൻ്റ്ലി. പക്ഷെ അതൊക്കെ ഇപ്പോൾ എൻഡ് ആവാനാണ് പോണത്. 10 ഓഫ് വാൻഡ്സ് ഒരു ഒരു ബേർഡൻ റിലീസ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ ഒരു ബ്രേക്ക് ത്രൂ വരുന്നുണ്ട്, ഓരൽസ് ഓൾറെഡി വന്നിരിക്കണം. ഒരു സൊല്യൂഷൻ, ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ നിങ്ങൾ പുറത്താണ് വരണത്. പക്ഷെ ജൂലൈ മാസത്തിൽ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായാലും നിങ്ങൾ ലോ ആണ് ഫീൽ ചെയ്യണത്. ഇത് ഫിനാൻഷ്യലി ഒരു ലോസ് ആയിരിക്കാം, ഓർ എൽസ് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് നിങ്ങളുടെ തകർക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ലോ ആയി ഫീൽ ചെയ്യണത്. ഒരു ലോ കോൺഫിഡൻസ്, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. 4 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ.
അപ്പോൾ ഒരു ലോസും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ. മേ ബി നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ലോസ് ആയിരിക്കാം, ഓറെൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ കാര്യത്തിൽ ഇല്ലാച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഓറെൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് ഡീൽ ചെയ്യാൻ നോക്കണത്. ഈ സിറ്റുവേഷന് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യണു, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണു, ഹോപ്പ് ഗിവ് അപ്പ് ചെയ്യണില്ല. സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങളെ എന്തോ വിട്ടിട്ട് ആണ് മുമ്പോട്ട് പോണേ, എന്തോ വർക്കൗട്ട് ചെയ്യണില്ല ആൻഡ് നിങ്ങൾ ആ സിറ്റുവേഷന് വിട്ട് വാക്ക് അവേ ആണ് ചെയ്യണത്. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് എന്താണ് നിങ്ങൾ വിടണേ? വേൾഡ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ ഉണ്ട്, എന്തോ എൻഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. നിങ്ങൾ എനിവേ ഈ സിറ്റുവേഷനിൽ ഹാപ്പി ആയിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഈ പേഴ്സൺ അവരെ വിട്ടു പോണേ. ആദ്യം ഇവിടെ സ്കോർപ്പിയോ എനർജിയാണ്, ടവർ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു വലിയ ചേഞ്ച് കാണുന്നുണ്ട് ആൻഡ് ആ ചേഞ്ച് അത് കാരണമാണ് ഇവിടെയും ഒരു ചേഞ്ച് ഞാൻ കാണുന്നത്. അപ്പോൾ മോസ്റ്റ് ഡെഫിനറ്റ്ലി ജൂലൈ മാസം നിങ്ങൾക്കൊരു സിഗ്നിഫിക്കൻറ്റ് മന്താണ്. കുറേ റിയലൈസേഷൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, അത് ഇതെനിക്ക് വർക്കൗട്ട് ചെയ്യണില്ല എന്ന്. ആ റിയലൈസേഷൻ വരുമ്പോൾ നിങ്ങൾ എന്തോ വിട്ടിട്ട് പോവാണ്. ഇത് ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ 7 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ ചാലഞ്ച് തന്നെ ചാലഞ്ചാണ്. ഇതൊരു ചാലഞ്ചിൻ്റെ കാർഡാണ്, ബ്ലോക്സിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാത്തിലും എസ്പെഷ്യലി ഈ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് പ്രോബ്ലം വെച്ചാൽ അവിടെ നിങ്ങൾ എത്രയും ശ്രമിച്ചിട്ടും അവിടെ ബ്ലോക്സ് ഉണ്ട്. നിങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് അതിനെ വർക്കൗട്ട് ചെയ്യാൻ, പക്ഷെ അത് മുമ്പോട്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ ബ്ലോക്സിനെ ഫേസ് ചെയ്തിട്ട് സ്ട്രോങ് ആയി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങളുടെ പൊസിഷനെ, അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മൾക്ക് നമ്മളുടെ തന്നെ സ്റ്റാൻഡ് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ഇതൊരു ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. ഫൂൾ, ഏരീസ് എനർജി. മേ ബി നിങ്ങളൊരു ഏരീസിനെ കൂടി ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല. ആരോ ഇവിടെ കുറേ ഒരു റെക്ലെസ് വേയിലാണ് ഡീൽ ചെയ്യണത് നിങ്ങളുടെ കൂടെ. ആൻഡ് നിങ്ങൾ ഈതർ നിങ്ങളുടെ പാർട്ട്ണർ ഇല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ഇവിടെ കുറേ ഒരു തോട്ട്ലെസ് വേയിലാണ് ബിഹേവ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ കുറേ ബ്ലോക്കാണ് ഫേസ് ചെയ്യണത്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട് ഈ പേഴ്സൻ്റെ കൂടെ, പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇംബാലൻസസ് ഉണ്ട്. ഇതൊരു ജോലി സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് ഈ കമ്പനി ഓർഗനൈസേഷൻ്റെ കൂടെ മുമ്പോട്ട് പോകണം എന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും നിങ്ങൾക്കൊരു തടസ്സമാണ് വരണത്. നിങ്ങൾക്ക് എത്ര നിങ്ങൾ എഫേർട്ട് ഇടണം വെച്ചാൽ അത്ര നിങ്ങൾക്ക് കോമ്പൻസേഷനും കിട്ടുന്നില്ല, അത്ര നിങ്ങൾക്ക് സാലറി ഇല്ല. ആൻഡ് ഒന്നും ഒരു സ്ട്രക്ചേർഡ് വേയിലല്ല പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഷുവർ അല്ല ഇവിടെ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉണ്ടോയെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അഡ്വൈസ് ആണ് നിങ്ങളുടെ ലവേഴ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ്, ലവേഴ്സ് ജെമിനി എനർജിയാണ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ഒരു ചോയ്സ് ആണ് ഉണ്ടാക്കാൻ പറയണത്. ലവേഴ്സ് ഒരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനും ആവാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അഡ്വൈസ് ആയിട്ട് കാണുന്നത്? 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എവിടെയോ എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഒരു സാബോട്ടാജ് ആണ് നടക്കുന്നത്. ഇത് മേ ബി സെൽഫ് സാബോട്ടാജ് ആയിരിക്കാം. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഇത് ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓറൽസ് പുറമേന്ന് ആരോ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റെബിലിറ്റീനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതാണ് ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് തരണത്. അത് നിങ്ങൾക്ക് ഒരു ഡീപ്പായിട്ട് കാര്യങ്ങൾ ശരിക്കും ഒരു നോക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നാണോ എന്തോ ഒരു സാബോട്ടാജ് ആവണത്, ഓറൽസ് ആരോ പുറത്തുനിന്നാണോ ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കണത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ ആരോ ഇവിടെ നിങ്ങളുടെ ചെയ്ത പണി, നിങ്ങളുടെ ചെയ്ത ജോലി, നിങ്ങളുടെ
ചെയ്ത എഫേർട്സ് ഒക്കെ വേറെ ആരോ ക്രെഡിറ്റ് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്, ഒരു മാന്യൂപ്പുലേഷൻ്റെ എനർജിയാണ് ഇത്. അപ്പോൾ ഈ പേഴ്സൺ ആരാണ് ഈ മാന്യൂപ്പുലേറ്റ് ചെയ്യണതെന്നാണ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഈ കാര്യം വർക്കൗട്ട് ചെയ്യൂല വെച്ചാലും എന്തായാലും നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത്. അപ്പോൾ അതുണ്ടായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, ഒരു പുതിയ ഓഫർ വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇത് എല്ലാവർക്കും ഒരു ശരിയായ സമയത്ത് വരും. വീൽ ഓഫ് ഫോർച്യൂൺ എല്ലാവരുടെയും സമയം വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും ജൂലൈയിൽ തന്നെ ഓഫർ വരണം എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇത് ആ സമയത്തിൻ്റെ കളിയാണ്. അതാണ് ഇവിടെ മെസ്സേജ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യണ സമയം ചീത്ത സമയമാണെന്ന് വെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം ഒരു പോസിറ്റീവ് സമയമാവും. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഫ്ലോയിൽ പോകാനാണ് പറയണേ, അഡ്വൈസ് തരണേ. ഇപ്പം നമ്മൾക്ക് ഔട്ട്കം നോക്കാം, എന്താണ് ഔട്ട്കം എന്ന്. അപ്പോൾ നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം ആണ് ഹൈ പ്രീസ്റ്റസ്, പൈസീസ് എനർജി. അപ്പോൾ ഇത് ഒരു സീക്രറ്റ്സിൻ്റെ എനർജിയാണ്, മിസ്റ്ററിയുടെ എനർജിയാണ്, സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് കുറേ നോളജ് ഉണ്ട്, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എവിടെയോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങളോട് എന്തോ ഒരു ഹിൻറ്റ് തന്നിരിക്കണു. കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സും സ്കോർപ്പിയോ എനർജിയാണ്. ജസ്റ്റിസ് ഇവിടെ ലീബ്ര എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എവിടെയോ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഒരു എന്തോ ഒരു കാര്യം ശരിയല്ല എന്ന്. അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ മേ ബി നിങ്ങൾക്കൊരു ശരിയായി പ്രൂഫ് ഉണ്ടായില്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എല്ലാം ശരിയാവും, ബാലൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് അത് റിവീലാവും. നിങ്ങളുടെ ലൈഫിൽ കാർമിക് ജസ്റ്റിസ് ഉണ്ടാവും. ഈ ജസ്റ്റിസ് എന്താണ്? ടു ഓഫ് സോർഡ്സ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെച്ചാലും നിങ്ങൾ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കുക എന്ന് വെച്ചാൽ അതാണ് നിങ്ങളെ ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ പോണേ. പക്ഷേ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ ശരിയാവും. കാർമിക് ജസ്റ്റിസ് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജസ്? Show the world the real you. Nothing will come out of the situation. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആരോ നിങ്ങളുടെ ഇടയ്ക്ക് ആരോ ഈ സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യേണ്ട വെച്ചാൽ ഇതൊരു കൺഫർമേഷൻ ആണ്. അത് ഈ സിറ്റുവേഷനിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് റീഡിങ് ആയിരുന്നു ഇത്. ഇതാർക്കാണ് റെസൊനേറ്റ് ആവാനും അറിയില്ല. പക്ഷെ റെസൊനേറ്റ് ആവേണ്ട വെച്ചാൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയും ഇത് ഞാൻ എത്ര ആൾക്കാർക്ക് ഇത് ഞാൻ ടാപ്പ് ചെയ്തണെന്ന് മനസ്സിലാവും. എനർജി ആരുടെയാണ് ടാപ്പ് ചെയ്തണെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് കപ്സ് ആണ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരുന്നുണ്ട്. മേ ബി അതായിരിക്കും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് ഞാൻ കാണുന്നത് ഹിഡൻ ഫാക്ടറിൽ. ആൻഡ് അതന്നെയാണ് മേ ബി വീൽ ഓഫ് ഫോർച്യൂണും ഏസ് ഓഫ് കപ്സ് കാണുമ്പോൾ എന്തോ ഒരു പാസ്റ്റ് കാര്യം ആദ്യം തിരിച്ചു വരണ എനർജി ആവാം. ജസ്റ്റിസും ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.